ഒരു വാക്യം ഒന്ന് എടുക്കാവോ? യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 17 വാക്യം ഒന്ന് എടുത്ത് വായിക്കാമോ? മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. മതി. ഇനി ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. മൂന്നാമതും അവനോട് യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയും. ആ ഭാഗമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഇത് ഒരു 3.5 വർഷത്തെ ശിഷ്യത്വ ജീവിതത്തിൻ്റെ അവസാന സമയം പൂർണ്ണമായി വിജയിക്കാൻ കഴിയാതെ വന്ന ഒരു മനുഷ്യനോട് ദൈവം യേശു നടത്തുന്ന ഇടപെടലാണ്. ആദ്യം എങ്ങനെയാണ് ഈ മനുഷ്യനെ യേശു കണ്ടത് എന്ന് വചനത്തിൽ നമ്മൾ നോക്കിയാൽ, ഇയാളുടെ സഹോദരനായ അന്ത്രയോസ് ഇദ്ദേഹത്തോട് വന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ മശിഹയെ, ക്രിസ്തുവിനെ കണ്ടു. ഒറ്റ സാക്ഷ്യം, ഒറ്റ വരി. ആ ഒറ്റ വരി സാക്ഷ്യമാണ് ഈ പത്രോസിനെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്. എന്താ പറഞ്ഞത്? ഞങ്ങൾ മശിഹയെ, ക്രിസ്തുവിനെ കണ്ടെത്തി. ആദ്യ കൂടിക്കാഴ്ചയാണ് പത്രോസും യേശുവുമായി കാണുന്ന ആദ്യ സമയം അത്. ഈ മനുഷ്യനെ കാണുമ്പോൾ കർത്താവ് പറഞ്ഞു, നീ യോഹന്നാന്റെ മകനായ ശീമോനാണ്, എന്നാൽ നീ കേഫാവാകും. നീ ഇപ്പോൾ ഉലയുന്ന ഞാങ്ങണയ്ക്ക് സമനാണ്. പക്ഷേ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത് കൊണ്ട് എനിക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതി പ്രകാരം നീ ഇനി ഉലയുന്ന ഞാങ്ങണയല്ല, നീ കരുത്തുള്ളൊരു പാറ കഷണമായി. അപ്പോൾ യേശു കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ യേശു കർത്താവ് ഒരവസ്ഥയുടെ മാറ്റത്തെക്കുറിച്ചല്ല പറഞ്ഞത്, ആ വ്യക്തിത്വത്തിൽ നടക്കുന്ന രൂപാന്തരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ അവിടെ കാണുന്നത്, ഒന്നാം പ്രവചനം പത്രോസിനെ ഭയങ്കരമായി സ്വാധീനിച്ചതായി അവിടെ നമ്മൾ കാണുന്നില്ല. ആദ്യ പ്രവചനം ഒരുപാട് സ്വാധീനിച്ചതായി നമ്മൾ കാണുന്നില്ല. പിന്നെ നമ്മൾ എവിടെ കാണുന്നത്? വീണ്ടും അടുത്ത ഒരു സന്ദർഭത്തിൽ ഗനേസറത്ത് കടലിൻ്റെ തീരത്ത് ഒരു പുലർച്ചയിൽ മത്സ്യബന്ധനം എല്ലാം കഴിഞ്ഞ് ഒന്നും ലഭ്യമാകാതെ വന്ന് വലയും കഴുകിക്കൊണ്ട് നിൽക്കുന്ന പടകുകളിൽ ആ ഒന്നിലധികം പടകുകൾ ഉണ്ടായിരിക്കെ ആ തീരത്തേക്ക് നടന്നു വരുന്നുണ്ട് യേശു. എന്നിട്ട് നമ്മൾ അവിടെ വായിക്കുന്നത്, ആ പടകുകളിൽ ശീമോന്റേതായ പടകിൽ യേശു കയറി. അപ്പൊ ഇതിനു മുൻപ് നടന്ന ഒരു പ്രവചനത്തിന് ഭയങ്കരമായ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയാതെ പോയ ഒരു ചരിത്രമുണ്ടെങ്കിലും ആ ചരിത്രമൊന്നും ഓർത്ത് നിഷേധിച്ച് കളയാതെ
അവൻ്റെ പടകിൽ തന്നെ യേശു കയറി. അവസരം നമുക്ക് ലഭിച്ചിട്ട് ഉപയോഗിക്കാൻ കഴിയാതെ പോയ അനുഭവങ്ങൾ ഇതിനു മുൻപുണ്ടെങ്കിലും വീണ്ടും നമുക്ക് അവസരം തരുന്നവനാണ് യേശു. ശീമോനുള്ളതായ പടകിൽ അവൻ കയറി. എന്നിട്ട് ചേർന്നുള്ള വാക്യം, ആ പടകിലിരുന്ന് അവൻ സംസാരിച്ചു. നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്നത് പടകിൽ കയറി ആഴത്തിലേക്ക് നീക്കി വലയിടുക എന്ന് പറയുന്ന ആ ഒരു ചിത്രമായിരിക്കും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ ആ പടകിൽ കയറിയിട്ട് അവൻ എന്തുവാ ചെയ്തതെന്ന് ചോദിച്ചാൽ, അവൻ പുരുഷാരത്തോട് സംസാരിച്ചു. ഇതെല്ലാം ഈ മനുഷ്യൻ കേൾക്കുന്നു. അനുഗ്രഹിക്കപ്പെടണോ? കർത്താവിൽ നിന്ന് കേൾക്കണം. കർത്താവ് നമ്മളോട് സംസാരിക്കുമോ? ഉറപ്പായിട്ട് സംസാരിക്കും. നമുക്ക് കേൾക്കാൻ നല്ല താല്പര്യമുണ്ടെന്ന് കർത്താവിനെ ബോധ്യപ്പെടുത്തിയാൽ കർത്താവ് ആഴമായി സംസാരിക്കും. ആ ശീമോന്റെ പടകിൽ കയറി, അത് അല്പം ഒന്ന് നീക്കാൻ പറഞ്ഞു. അല്പം അങ്ങോട്ട് നീക്കി അവിടെ ഇരുന്നുകൊണ്ട് പുരുഷാരത്തോട് സംസാരിച്ചു. അവിടെ എങ്ങും പത്രോസിനൊരു ചോദ്യം ഉണ്ടായില്ല. എൻ്റെ അധ്വാനമെല്ലാം കഴിഞ്ഞ് കരക്കടുപ്പിച്ച് ഈ പടക് വീണ്ടും എന്തിന് ഞാൻ കടലിലേക്ക് ഇറക്കണം? ഇങ്ങനെ ഒരു ചോദ്യവുമില്ല. നിശബ്ദനായി അനുസരിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മളിവിടെ കാണുന്നത്. പിൽക്കാലത്ത് 3 വർഷം കഴിഞ്ഞ് ഒരാളെ ഉപേക്ഷിക്കാതെ തിരക്കി വരുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ട് തിരക്കി വന്നു എന്നുകൂടെ ചിന്തിക്കണ്ടേ? നിശബ്ദനായി അനുസരിക്കുന്ന ഒരു പ്രകൃതം നമ്മുടെ ജീവിതത്തിൽ എവിടെയോ തമ്പുരാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, നമ്മളെ കൈവിടാതെ നമ്മുടെ പിന്നാലെ വന്ന് ശബാദരഘടക അർജുന പ്രവാദന സിയാര പരിശുദ്ധാത്മാവിൽ ഇന്ന് പകൽ എൻ്റെ ഉള്ളിലേക്ക് ഒരു ദൂത് കയറി വരുന്നു. ദൈവമക്കളെ, നിങ്ങൾ ഒന്നും മറുവാക്ക് പറയാതെ ദൈവത്തിൻ്റെ ചില ദൂതുകളെ നിശബ്ദമായി അനുസരിച്ചതിൻ്റെ ഒരു പ്രതിഫലം ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിൽ തരുമെന്ന ശബാരാധന. ഹല്ലേലൂയ. ആ സിസ്റ്റർ ഒന്ന് കൈ ഉയർത്താം. ഞാനിപ്പോൾ എഴുന്നേക്കണ്ട, ഞാനിപ്പോൾ പറയുന്ന ദൂത് സിസ്റ്ററോടാണ് കേട്ടോ. ഈ കർത്താവിന് വേണ്ടി നിശബ്ദമായി ചില അനുസരണങ്ങൾ ജീവിതത്തിൽ വരുത്തിയതിൻ്റെ ഒരു പ്രതിഫലവും ഒരു വിടുതലും വലിയ താമസമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ പോകുന്നു എന്ന് ആത്മാവ് സംസാരിക്കുകയാണ്. സദരസിയാർ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഭാരപ്പെടാതെ ഉറച്ചു നിൽക്കാൻ ദൈവാത്മാ പറയുന്നു. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയുടെ അടയാളം അടുത്ത 3 മാസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് തുറക്കാൻ പറയും. ഒന്ന് പ്രാർത്ഥിച്ചേ ദൈവസഭ, ഒന്ന് പ്രാർത്ഥിച്ചേ. ആ സിസ്റ്ററിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ എല്ലാവരും. ശാല രതനഘടക ജലാർത്തന അംദലസിയാര ജനവേദവർദ്ധനസിയാര. 1 മിനിറ്റ് അന്യഭാഷ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ ദൈവസഭ. ഓ രാബാദര ഗജന റബന ഹദര വടബല ബൗഷ രചസ്കമാനഗദുന ഹദല റേ ബബാ ധനസിയാര അംദൽ വേദവർദ്ധിനി പ്രബോധന ഘടക ജലവർദ്ധി പ്രബന്ധിനി വിധിസ്മനാദിനി. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ആ സിസ്റ്ററിനെ ബ്ലസ് ചെയ്യുന്നു. ഈ വിശുദ്ധന്മാർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട 2 സന്ദർഭങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും. ആമേൻ. പൗലോസിനെ കുറിച്ച് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ആസിയയിൽ വെച്ച് ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. എന്താ അങ്ങനെ എടുത്തു പറയാൻ കാര്യം? ആസിയയിൽ വെച്ച് ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പൗലോസ് എടുത്തു പറയാൻ കാര്യം, പൗലോസ് അനുഭവിച്ച കഷ്ടങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമായിരുന്നു ആസിയയിൽ വെച്ച് പൗലോസിന് നേരിട്ട കഷ്ടം. അത് പൗലോസിൻ്റെ ജീവിതാനുഭവത്തിൽ പൗലോസ് പറഞ്ഞത്,
ജീവനോടെ ഇരിക്കുമോ എന്നുപോലും നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. ഇതാരാ പറയുന്നത് അറിയാമോ? അവൻ വാസ്തവമായും യേശു കർത്താവ് നേരിട്ടിറങ്ങി സംസാരിച്ച അനുഭവമുള്ള ഒരു മനുഷ്യനാണ്. നീ ഇസ്രായേൽ മക്കൾക്കും ജാതികൾക്കും രാജാക്കന്മാർക്കും എൻ്റെ നാമത്തെ വെളിപ്പെടുത്തി കൊടുക്കാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയുടെ വെളിപ്പാട് പൂർണ്ണമായി കിട്ടിയ ഒരു മനുഷ്യനാണ്. പക്ഷേ എന്നിട്ട് പോലും ആസിയിൽ വെച്ച് പ്രതിസന്ധി ഉണ്ടായപ്പോൾ മരണഭയം ആ മനുഷ്യനെ വേട്ടയാടി, നിരാശ വന്നു. അപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പൗലോസ് എന്ന് പറഞ്ഞ ഈ ഈടുറ്റ ആഴമായ വളരെ ഗൗരവമായ വെളിപ്പാടുകൾ ദൈവസഭയ്ക്ക് തരാൻ ദൈവം ഉപയോഗിച്ച പൗലോസ് എന്ന് പറഞ്ഞ ആ പ്രാർത്ഥനാ പോരാളിക്ക് പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഞങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്കൊത്തവണ്ണം ഞങ്ങൾ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അദ്ദേഹം ഒരു സാധാരണ നിലയിലുള്ള പ്രാർത്ഥനാക്കാരനല്ല. കൊരിന്ത്യ ലേഖനത്തിൽ വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ വെറുതെ ആകാശത്തേക്ക് നോക്കി മുഷ്ടിയുദ്ധം ചെയ്തു എന്ന് നിങ്ങൾ ധരിക്കരുത്. ഞാൻ എഫേസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വൃഥാവായി പോകരുത്. അപ്പോൾ പൗലോസിൻ്റെ പ്രാർത്ഥന എന്തുവാന്ന് നോക്കിയേ. നമ്മളെപ്പോലെ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ വിമ്മിഷ്ടപ്പെടുന്ന ഒരു തലത്തിലല്ല പൗലോസ് നിന്നത്. പൗലോസ് അതിശക്തമായി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ ആസിയിൽ വെച്ച് അദ്ദേഹം നേരിട്ട പ്രതികൂലം എന്ന് പറയുന്നത് നിരാശയും മരണഭയവും എല്ലാം അങ്ങോട്ട് വന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത നിലയിൽ പൗലോസിൻ്റെ മാനസിക സംഘർഷങ്ങൾ വർദ്ധിച്ച ഒരനുഭവത്തിലാണ് പൗലോസ് പോയത്. അവിടെ പൗലോസ് പറയുന്നു, എന്നാൽ പലരാൽ പെരുകിയ കൃപ നിമിത്തം പലരാലും സ്തോത്രം പെരുകാൻ ഇടയാകേണ്ടതിന് നിങ്ങളും ഞങ്ങളെ പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ പൗലോസ് ആസിയിലെ കഷ്ടത്തിൽ നിന്ന് എങ്ങനെയാണ് അവൻ രക്ഷപ്പെട്ടതെന്ന് ചോദിച്ചാൽ, കൂടെയുള്ള കൊരിന്തിയിലെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനാ സഹായത്തിലാണ് നിരാശപ്പെട്ടു പോയ ഒരു ഭക്തൻ വീണ്ടും ആത്മാവിൽ കത്തി എഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധന്മാർ പരസ്പരം പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബലം. അതുകൊണ്ട് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവൻ തെല്ലും താമസമില്ലാതെ പ്രാർത്ഥിക്കണം. അത് ഈ ഒരു സാധാരണ പ്രാർത്ഥന ശൈലിയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ മാറണം. ദൈവമക്കളെ, ഒരു ആത്മാവിൻ്റെ കത്തലോടെ പ്രാർത്ഥിക്കാൻ കഴിയണം. നമ്മൾ ആ ദൂതിലേക്ക് തന്നെ വരികയാണ്. ഇതിനിടയ്ക്ക് ഒരു പ്രാർത്ഥനയുടെ സന്ദർഭം വരുവാണെങ്കിൽ നിങ്ങൾ മൗനം പാലിച്ചിരിക്കരുത്, വളരെ ശക്തിയോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു അഭിഷേകമാണ്. ആമേൻ, ആമേൻ പറഞ്ഞില്ലല്ലോ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വരമാണ്. പ്രാർത്ഥനയുടെ ആത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കണം. പ്രാർത്ഥനയുടെ ആത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോഴാണ് നമ്മൾ ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും വീട്ടിലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴെല്ലാം നമ്മളിൽ നിന്ന് ആ പ്രാർത്ഥന ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ പ്രാർത്ഥനകളാണ് ദൂതന്മാരെ ചലിപ്പിക്കുന്നത്. ഒരു വാക്യം ഓർക്കുന്നുണ്ടോ? സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൂതൻ കാരാഗ്രഹത്തിൽ പത്രോസിൻ്റെ അടുക്കൽ ഇറങ്ങി. അപ്പൊ ദൂതൻ എവിടെ ഇറങ്ങിയത്? ദൂതൻ ഇറങ്ങിയത് പ്രാർത്ഥന ഉയർന്നപ്പോഴാണ്. അപ്പം നമുക്ക് വേണ്ടി ദൂതൻ എവിടെ ഇറങ്ങുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഭവനത്തിൽ ഒരു പ്രാർത്ഥന ഉയരുന്നുണ്ടോ, ഉറപ്പ് നിങ്ങൾക്ക് വേണ്ടി ദൂതൻ ഇറങ്ങും. പ്രാർത്ഥന ഉയരുന്ന ഭവനത്തിൽ ദൂതന്മാർ ഇറങ്ങി വരും. ഓ രബദരഗസിയാര, ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച്. റായ് ധനരഗന ഹടഗസിയാര, അന്തരീക്ഷത്തെ എല്ലാം ഒന്ന് മാറ്റിക്കേ, പ്രാർത്ഥിച്ച്. റാഥമസിയാര, യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഈ അന്തരീക്ഷത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ചേഞ്ച് ചെയ്യുകയാണ്.
സൈതന രഗന ഹദര ഹടകജലവർദ്ധനാദിയ അന്തർഗമന ഘടകസി എല്ലാ തണുത്ത് കിടക്കുന്ന അനുഭവങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ മാറിപ്പോ. ശീമോന്റെ പടകിനകത്ത് കയറി പുരുഷാരത്തോട് സംസാരിച്ചു. നമ്മുടെ ബൈബിളിൽ ഉപദേശിച്ചു. നിശബ്ദനായി മാറിയിരിക്കുന്ന ശീമോൻ എന്ന് പറയുന്ന മനുഷ്യൻ ആ സംസാരം മുഴുവനും കേട്ടു. യേശു കർത്താവിൻ്റെ അധരത്തിൽ നിന്ന് ജനത്തോട് പറഞ്ഞ മുഴുവൻ വാക്കുകളും എല്ലാം കേട്ടിരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വലയിടുക. ആ മനുഷ്യൻ്റെ മറുപടി, നാഥ, ഇന്നലെ രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. പക്ഷെ അതിൻ്റെ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുത്ത് മുൻപോട്ട് പോകാനല്ല ഇനി എനിക്കൊരാഗ്രഹം, നിൻ്റെ വാക്കിന്. എൻ്റെ വിശ്വാസത്തെ രൂപപ്പെടുത്തുന്നത് എൻ്റെ അനുഭവമല്ല, എൻ്റെ വിശ്വാസത്തെ രൂപപ്പെടുത്തുന്നത് അങ്ങയുടെ വാക്കുകളാണ്. കേട്ടോ, നമ്മളൊക്കെ നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട് രൂപപ്പെടാൻ നിന്നാൽ അവിടെയെല്ലാം നമുക്ക് തകരാറുകൾ സംഭവിക്കും. മോശയുടെ ജീവിതത്തിലെ 40 വർഷത്തെ ദുരനുഭവങ്ങളിൽ മോശ അങ്ങോട്ട് രൂപപ്പെട്ട് വന്നപ്പോഴത്തേക്ക് മോശ വേറെ ഇടയനായിപ്പോയി. എന്നാൽ ഹോരേബിലെ ദൈവികമായ ഇടപെടലിൽ അങ്ങോട്ട് രൂപപ്പെടാൻ തുടങ്ങിയപ്പോൾ മോശ ഒരു ഭയങ്കര പ്രവാചക തലത്തിലേക്ക് കയറി വന്നു. അതുകൊണ്ട് അനുഭവങ്ങൾ കൊണ്ടല്ല നമ്മൾ രൂപപ്പെടേണ്ടത്, ദൈവികമായ അരുളപ്പാടുകളിലൂടെയാണ് നമ്മൾ രൂപപ്പെടേണ്ടത്. ആമേൻ, ആമേൻ. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ പറഞ്ഞത്, നാഥ, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, എന്നിട്ട് ഒന്നും കിട്ടിയില്ല. എന്നാൽ അങ്ങയുടെ വാക്കിന് ഞാൻ ഒന്നുകൂടെ ശ്രമിക്കാൻ പോകുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ആമേൻ, നിങ്ങളുടെ ഓരോ ദൈവമക്കളുടെ അനുഭവങ്ങൾ ഒരു പക്ഷേ ബാക്കി വയ്ക്കാൻ, മിച്ചം വയ്ക്കാൻ, അവശേഷിക്കാൻ ഒന്നുമില്ല എന്ന് പറയുന്നതാണെങ്കിലും ആ വചനപ്രകാരം കർത്താവിനോട് പറഞ്ഞ, എന്നാൽ ഒരു വാക്ക് ഇന്ന് പകൽ എൻ്റെ മേൽ അയച്ചാൽ ആ വാക്കിനനുസരിച്ച് ഒന്നുകൂടെ ഒന്ന് പ്രവർത്തിക്കാൻ, ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ, ഒന്നുകൂടെ ഒന്ന് ഇടപെടാൻ, ഒന്നുകൂടെ ഒന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറാ കർത്താവേ എന്ന് നമ്മൾ പറയുന്നിടത്താണ് അടുത്ത വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്നവൻ ഉത്തരം പറഞ്ഞു. അവൻ വല ഇറക്കി. അടുത്ത വാക്യം എന്താ നോക്കി. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. കേട്ടോ, ഒറ്റയ്ക്ക് പോലും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത തരത്തിലൊരു ദൈവപ്രവൃത്തി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് കർത്താവിന്റെ ഒറ്റ വാക്കിലൊന്ന് വിശ്വസിക്കും. ഇന്ന് പകൽ ഈ ആലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവമക്കൾ പറഞ്ഞാട്ടെ, കർത്താവേ, അങ്ങയുടെ വാക്കിൽ ഒന്നുകൂടെ വിശ്വസിക്കാൻ ആമേൻ. ഈ 2025 ജൂൺ മാസം 29-ാം തീയതി ഞാൻ തയ്യാറാവുകയാണ്. ജൂൺ 28 വരെ എന്ത് നടന്നു എന്നുള്ളതല്ല, ജൂൺ 29 ഞാൻ അങ്ങിൽ വിശ്വസിക്കുകയാണ്. ധ്യാനിക്കുന്ന വചനത്തിന്റെ വിടുതൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ മേൽ സംഭവിക്കണം. എന്തുവാ ധ്യാനിക്കുന്ന അറിയാമോ? നമുക്ക് പോലും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത മഹാത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ യേശു കർത്താവ് നമ്മുടെ ഭവനങ്ങൾക്കകത്ത് ശരിക്കും ആലപ്പുഴക്കാരെ മഴ ബാധിച്ചോ? പിന്നെ എന്താ ഒരു തണുപ്പിന്ന്? ഈ ദൈവവചനമൊക്കെ അങ്ങോട്ട് ധ്യാനിക്കുമ്പോൾ ഉഷാറായിട്ട് ധ്യാനിക്കണ്ടേ? വേണ്ടേ? ദൈവവചനം ധ്യാനിക്കുമ്പോൾ അതിൻ്റെ ഒരു ആവേശത്തോടെ ധ്യാനിക്കണ്ടേ? നമ്മൾ എന്തുവാ ധ്യാനിക്കുന്ന നോക്കിയേ? ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും ലഭ്യമാകാത്ത മനുഷ്യൻ യേശു കർത്താവിൻ്റെ ഒറ്റ വാക്കിനെ വിശ്വസിക്കുമ്പോൾ അവൻ്റെ പടകിൽ, അവൻ്റെ വലയിൽ എവിടുന്ന ഈ മീൻ വന്നേ?
ഈ അത്ഭുതം എങ്ങനെയാ സംഭവിച്ചേ? ഈ വീര്യപ്രവൃത്തി എങ്ങനെയാ ഉണ്ടായത്? ഈ അസാധാരണമായ ഒരു കാര്യം എങ്ങനെയാ സംഭവിച്ചത്? നമ്മളൊരു കഥ വായിക്കുവല്ലോ, ആണോ? ഇതൊരു ജീവനുള്ള ഒരു സാക്ഷിയല്ലേ? ആ മനുഷ്യൻ ചോദിക്കുന്നില്ലേ, ഇന്നലെ രാത്രി മുഴുവൻ ഈ മത്സ്യം എവിടെയായിരുന്നു? ഈ കഴിഞ്ഞ രാത്രി മുഴുവനും ഈ മത്സ്യം എവിടെയായിരുന്നു? പല രാത്രികളിലും പ്രാപിക്കാൻ കഴിയാത്ത നിന്റെ അധ്വാനത്തെ യേശു കർത്താവിന് ഒരു ഒറ്റ വാക്കിൽ തിരിച്ചു മറിക്കാൻ. പല നാളുകളുടെ അധ്വാനം ഒരു റിസൾട്ടും കൊണ്ടുവരാതിരിക്കുമ്പോൾ എന്റെ യേശു കർത്താവിന്റെ ഒറ്റ വാക്കിനകത്ത് എന്റെ കുടുംബത്തിന്റെ ചിത്രത്തെ മുഴുവനും മാറ്റിമറിക്കാം. ആ ദൂത് ആലപ്പുഴക്കാരോടാണോ എന്ന് എനിക്കറിയില്ല. ആ ദൂത് എന്നോടാണ്. ആ ദൂത് ആലപ്പുഴക്കാരോടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം. അന്യോടാണോ? ഉറപ്പാണോ? നമ്മൾ ആ വചനത്തെ, നമ്മൾ വചനത്തിൽ വായിക്കുന്നത് എങ്ങനെ? നിങ്ങൾ ആ വചനം ഒരു മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ദൈവത്തിന്റെ വചനമായി നിങ്ങൾ സ്വീകരിച്ചത് കൊണ്ട് ആ വചനം നിങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഓ റബദര ഗജന രബന ഹദരവദന രബല ഹദരഗടക ജലവദിരി വദന രബന ഗടക. ഇന്ന് പകല വചനം ഞങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. ഇന്ന് പകല വചനം ഞങ്ങളുടെ ഭവനത്തിൽ വ്യാപരിക്കട്ടെ. നമ്മൾ ധ്യാനിക്കുന്ന, നമ്മൾ സ്വീകരിക്കുന്ന വചനം അത് സാക്ഷാൽ ദൈവത്തിൻ്റെ വചനമായി നമ്മൾ സ്വീകരിക്കുമ്പോൾ, ഒരു മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാൽ അത് ദൈവത്തിൻ്റെ വചനമായി നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് നമ്മളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കും എന്നാണ് വചനം പറയുന്നത്. രാധസിയരചന, അവൻ്റെ വചനമെന്ന് പറയുന്നത് അവൻ തന്നെയാണ്. അവൻ്റെ വചനമെന്ന് പറയുന്നത് അവൻ്റെ ആത്മാവാണ്. അവൻ്റെ വചനമെന്ന് പറയുന്നവൻ്റെ ജീവനാണ്. ഇനി ഒരു 45 മിനിറ്റ് കൂടെ നമ്മൾ പ്രസംഗിക്കും. പിന്നെ ഒരു 15 മിനിറ്റ് നമ്മൾ തകർത്ത് വാരി ബാക്കി പറ. ബാക്കി പറ. 15 മിനിറ്റ്. ഇനി 45 മിനിറ്റ് ഞാൻ പ്രസംഗിക്കാം. പിന്നെ 15 മിനിറ്റ് നിങ്ങളെ ഏൽപ്പിക്കും. നിങ്ങൾ എന്ത് ചെയ്യും? ധ്യാനിച്ച വചനത്തിനനുസരിച്ച് ഒരു വിടുതൽ പ്രാപിച്ചു മടങ്ങാം. യേശുവിന്റെ നാമത്തിൽ പിശാചുക്കളുടെ സകല പ്രവർത്തനങ്ങളും ഇന്ന് പകൽ ധ്യാനിക്കുന്ന വചനത്തിന്റെ വെളിപ്പാടിൽ യേശുവിന്റെ നാമത്തിൽ അത് ക്യാൻസൽ ആകട്ടെ. എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴായിരുന്നു നിങ്ങൾക്ക് കുറെ കൂടെ ഒരു 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 ഉഷാറെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ പാസ്റ്റർ പോയോണ്ടായിരിക്കും. ജോഷി പാസ്റ്റർ മുഖം കാണാഞ്ഞോണ്ടാണോ ആമേൻ ആടുകൾ ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പം ഞാൻ ജോഷി പാസ്റ്ററെ വിളിച്ച് പറയാം, പാസ്റ്റർ US അല്ല നിൽക്കേണ്ടത്, ആലപ്പുഴ വരാത്തോണ്ട് ആടുകളെല്ലാം അങ്ങ് ക്ഷീണമായിരുന്നു. ആമേൻ. ഇനി എന്നെ ശ്രദ്ധിച്ച്, ഒറ്റ പുലർച്ച കൊണ്ട് ഒരു മനുഷ്യന്റെ ചരിത്രത്തെ ദൈവാത്മാവ് തിരുത്തി കുറിച്ചു. ഇതിനു മുൻപ് ഒരവസരം കിട്ടിയിട്ട് പോലും പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും ആ ഗനസറത്തിലെ ഒറ്റ പുലർച്ചയിൽ ഒരു മനുഷ്യന്റെ അനുഭവങ്ങൾ മുഴുവനും മാറിമറിയുകയാണ്. ഈ 29-ാം തീയതി ഞായറാഴ്ച പുലർച്ചയിൽ ഒറ്റ വാക്കുകൊണ്ട് നമ്മുടെ അനുഭവങ്ങളെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരാളുടെ പേര് ഞാൻ പറയാം. നസറായനായ യേശു ക്രിസ്തു. ആമേൻ. നിങ്ങൾ ഉറങ്ങുന്നില്ലെന്ന് എനിക്കറിയാം, സത്യം. പക്ഷെ നിങ്ങളുടെ അടുത്തിരിക്കുന്നയാൾ ഉറങ്ങാതിരിക്കത്തക്ക രീതിയിലാണോ നിങ്ങൾ ഉണർന്നിരിക്കുന്നത്?
നിങ്ങളാരും ഉറങ്ങുന്നില്ല. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ ഒരു കാരണവശാലും ഉറങ്ങാത്ത തരത്തിലാണോ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? അടുത്തിരിക്കുന്ന ആൾ ദുഃഖിക്കണം, എനിക്കൊന്ന് സ്വസ്ഥമായി ഉറങ്ങാൻ പോലും ഈ മനുഷ്യൻ എന്നെ സമ്മതിക്കുന്നില്ലല്ലോ എന്ന് അടുത്തിരിക്കുന്ന ആൾക്ക് തോന്നുമാറ് വേണം ആലയത്തിനകത്തിരിക്കാൻ. ആമേൻ. അടുത്ത ഞായറാഴ്ച വരുമ്പോൾ ഒന്നുകിൽ അയാൾ സീറ്റ് മാറണം, അല്ലെങ്കിൽ അയാൾ മര്യാദയ്ക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം. ആമേൻ. അപ്പൊ അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു ഉറങ്ങാൻ സമ്മതിക്കുകയല്ലെന്ന്. എല്ലാവരും പറഞ്ഞില്ല. ജോഷിപ്പാസ് എന്നോട് പറഞ്ഞു വിട്ട് എന്താണെന്നറിയാമോ? 11 മണിക്കാണ് സഭായോഗം തീരുന്നത്. പക്ഷെ ഇന്നത്തെ സഭായോഗം എത്ര മണിക്ക് തീരണമെന്ന് ബിജിപ്പാസ് തീരുമാനിച്ചോളാനാ പറഞ്ഞു വിട്ടേക്കുന്നത്. അതുകൊണ്ട് ഉഴപ്പി അടിച്ചിരുന്നാൽ ഞാൻ 4 മണി വരെ കൊണ്ടുപോകും. അച്ഛന്മാരുടെയൊക്കെ ഞാൻ വളരെ സ്നേഹത്തോടെ പറയാം, ഉഴപ്പിയിരുന്നാൽ ഞാൻ ഈ യോഗം 4 മണി വരെ പ്രസംഗിക്കും. അല്ല, ഉഷാറായിട്ടിരുന്നാൽ കറക്റ്റ് 45 മിനിറ്റ് കൊണ്ട് ഞാൻ പ്രസംഗം നിർത്തി 11 മണിക്ക് വൈൻഡപ്പ് ചെയ്യാം. പന്ത് നിങ്ങളുടെ കയ്യില, എൻ്റെ കയ്യിലല്ല. അതുകൊണ്ട് എന്നെ കൊണ്ട് ക്രൂരകൃത്യങ്ങൾ ചെയ്യിക്കരുത്. ആമേൻ. നല്ല ഉഷാറായിട്ട് സന്തോഷിച്ചിരുന്നേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. ഈ വാടിയും ആമേൻ മോഹം ക്ഷീണിച്ചും ഒന്നും ദൈവസന്നിധിയിൽ ഇരിക്കല്ലേ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹരിക്കാൻ നമുക്കൊരാൾ സ്വർഗത്തിലുണ്ട്. ആമേൻ, 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 ആമേൻ. ആ കെട്ടെല്ലാം പൊടിപോടെ യേശുവിന്റെ നാമത്തിൽ. ഓ രബദരഗജന രബലഹദരഗടഗജലാദ അന്നൽ ഗമനഗടഗ ജലവർഷി പ്രവന്തിരിയാദനായ പ്രവാചകനായ നെഹെമ്യാവിന്റെ ഏറ്റവും ശക്തമായ ബോധ്യം അതായിരുന്നു. സ്വർഗത്തിലെ ദൈവമോ ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ച് തരും. അടുത്തിരിക്കുന്ന ആളുടെ പറഞ്ഞ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കാര്യം സാധിപ്പിച്ചു തരും. പറഞ്ഞേ ഉഷാറായിട്ട് അങ്ങോട്ട് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞില്ല, ഞാൻ കണ്ടില്ല. സ്വർഗത്തിലെ ദൈവമോ കാര്യം. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞേ സ്വർഗത്തിലെ ദൈവമോ. നമ്മൾ ഈ പറയുന്നത് വെറുതെ അല്ല കേട്ടോ. യഹോവ ഭക്തന്മാർ തമ്മിൽ പറയുന്നത് യഹോവ ആണോ. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ നമ്മൾ ഇങ്ങനെയാണ് തുറന്നു വിടുന്നത്. നമ്മൾ വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യത്തെ അടുത്തിരിക്കുന്ന ആൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി, അവൻ വാക്കുകൊണ്ട് രോഗികളെ സൗഖ്യമാക്കി. ആമേൻ. അവൻ്റെ വാക്ക് നിമിത്തം അവർ ആമേൻ സന്തോഷിച്ചു. നമ്മുടെ വാക്കുകളിലാണ് വിടുതൽ വ്യാപരിക്കുന്നത്. ഓ റബദ രഗജന റബന ഹദരസിയാര ഓ റബല ഹഡഗ രഗജന വദിരി വിദന റബന ഓ ശിബിനി ഹദ്ദല റബന ഗഡഗ ജല വർധനാദിയ അംശസ്വായിനിയൽ ബ്രേൻ ഹോഡബലദല ഗഡഗ ജല വർധന. ഒരു 1/2 മിനിറ്റ് ഒന്ന് അന്യഭാഷ പറഞ്ഞൊന്ന് ആരാധിച്ച് റായ്ദൽ അസ്മേ ലായ്തു ബിൽ യെർമനിയ ഉൽബ്രീന ഹോഡബല യംദന പ്രഭോ. ജലബോധിരി വിധന റബല ഘടക ജലബോധിരി വിധന റബന ഘടക ജലബോധിരി വിധിനി റബന ഘടക ജലബോധിരി വിധന റബന ഘടക ജലബോധിരി വിധന റബല ഘടക രഗ ജനബോധിരി വിധന റബല ഘടക ജലബോധിരി വിധിനി റബതി ഘടക രഗ ജനബോധിരി വിധന റബല ഘടക ജലബോധിരി വിധന റബന ഘടക രഗ ജന പ്രബന്ധന വദസ്മനാർ ഗേബവ പ്രവാദന. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ആ പത്രോസിന്റെ രണ്ടാമത്തെ കൂട്ടിമുട്ടലുകളിൽ പത്രോസിന്റെ ജീവിതത്തിൽ വളരെ ഗൗരവമായ തീരുമാനങ്ങൾ എടുക്കത്തക്ക തരത്തിലുള്ള ഇടപെടലുകൾക്ക് അദ്ദേഹം വിധേയപ്പെട്ടു. പടകും വലയും കളഞ്ഞ് അവൻ യേശുവിനെ അനുഗമിച്ചു. ദൈവത്തിൻ്റെ യേശു കർത്താവിൻ്റെ ഓരോ ഇടപെടലുകളും ഒരു മനുഷ്യനിൽ നടത്തുന്ന നിർണായകമായ രൂപാന്തരത്തിൻ്റെ പ്രക്രിയയാണ്
നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് പത്രോസിൻ്റെ അമ്മായിയമ്മ ജ്വരം പിടിച്ച് കിടക്കുന്നു. അവിടെ പോകുന്നു, അമ്മായിയമ്മയെ സൗഖ്യമാക്കുന്നു. അത് കഴിഞ്ഞ് മത്തായി 5, 6, 7 നിങ്ങൾ നോക്കണം. അവൻ അവരെ കൂട്ടി ഒരു മലയിൽ കയറിപ്പോയി. രൂപാന്തരത്തിൻ്റെ മലയല്ല ഇത് വേറൊരു മലയാണ്. രൂപാന്തരത്തിൻ്റെ മലയിൽ നടക്കുന്ന സംഭവമല്ല ഇത് വേറൊരു സംഭവം. മത്തായി 5, 6, 7 ഗിരിപ്രഭാഷണം. അവിടെ കയറി നിന്നിട്ട് യേശു കർത്താവ് ഏറ്റവും കൂടുതൽ പറയുന്നത്, ആമേൻ, ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തിലെ ന്യായപ്രമാണത്തിൻ്റെ ദൂതും ആ കാലഘട്ടത്തിലെ പ്രവാചക ശബ്ദവും വളരെ പ്രാധാന്യമുള്ളതായി ആമേൻ സ്വീകരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് യേശു കർത്താവ് പറയുന്നത്, ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്. ഇതിങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും വീട്ടിൽ ചെന്നിട്ട് മത്തായി 5, 6, 7 എടുത്ത് നോക്കണം. അതിലിങ്ങനെ മിക്കവാറുമുള്ള പാരഗ്രാഫിൻ്റെ എല്ലാം തുടക്ക വാക്യങ്ങൾ ഇങ്ങനെയാണ്: ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു. ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ പത്രോസിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു വലിയ ചോദ്യം, ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു എന്ന് പറയാൻ ഇവൻ ആരാ? അപ്പൊ ന്യായപ്രമാണാണോ വലുത്, പ്രവാചക ശബ്ദമാണോ വലുത്, ഇവനാണോ വലുത്? നാട്ടുകാരെന്താ പറയുന്നത്? ജോസഫിന്റെ മകൻ. പള്ളിക്കാരെന്താ പറയുന്നത്? മറിയത്തിന്റെ മകൻ. നസ്രത്ത് പള്ളിക്കാരെന്താ പറയുന്നത്? യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരങ്ങൾ, ഇവരുടെ സഹോദരിമാർ നമ്മളോടൊപ്പമില്ലേ എന്ന് പള്ളിക്കാരുൾപ്പെടെ പറയുന്ന ഒരു വലിയ സാഹചര്യത്തിന് നടുവിൽ യേശു പറയുന്നു, ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു. പത്രോസിൻ്റെ ഉള്ളിൽ ആവർത്തിച്ച് രൂപം കൊള്ളുന്നൊരു ചോദ്യം, ഇവൻ എന്നാൽ 5, 6, 7 ഗിരിപ്രഭാഷണം കഴിഞ്ഞ് 8-ാമത്തെ അധ്യായം തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അവർ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് ആമേൻ അവനെ കണ്ടു. അവൻ്റെ മേൽ കൈവച്ചു. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധമാകാ എന്ന് പറഞ്ഞ് അവൻ്റെ മേൽ കൈവച്ചു. പത്രോസ് ഹൃദയം കൊണ്ട് കിടുങ്ങിപ്പോയി. കാരണം ന്യായപ്രമാണം എന്താ പറഞ്ഞിട്ടുള്ളത്? വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം, അവൻ്റെ ശിരസ് മൂടിക്കൊണ്ടിരിക്കണം, അവൻ്റെ അധരം മൂടാതിരിക്കണം, അവൻ അശുദ്ധൻ എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം, അവൻ പാളയത്തിന് പുറത്തു പാർക്കണം, അവൻ്റെ പാർപ്പ് തനിച്ചായിരിക്കണം, അവൻ രോഗമുള്ള നാളൊക്കെ അശുദ്ധനായിരിക്കും എന്ന് ന്യായപ്രമാണം പറഞ്ഞു വച്ച സ്ഥാനത്ത് കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ്റെ മേൽ കൈവച്ചുകൊണ്ട് നിൽക്കുന്ന യേശു, ക്ഷണത്തിൽ സൗഖ്യമാക്കുന്ന യേശു. ആമേൻ. പത്രോസിന്റെ ഉള്ളിൽ വരുന്ന ചോദ്യം, ഇവൻ ന്യായപ്രമാണത്തെക്കാൾ വലിയവനോ? ഇവൻ പ്രവാചകന്മാരെക്കാൾ വലിയവനോ? ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്നു, നിങ്ങളും ഞാനും കണ്ടിട്ടുള്ളതിനേക്കാൾ ഏറ്റവും ഉന്നതനായ ഒരുവനാണ് നമ്മുടെ നാഥനായി ഇന്ന് പകൽ വന്നിട്ടുള്ളത്. അത് യേശുവല്ലാതെ വേറെ ആരുമല്ല. അതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളിൽ ക്ഷീണിച്ചു പോകല്ല ദൈവമക്കളെ. ഒറ്റ പ്രാർത്ഥനയിൽ അത്ഭുതം ചെയ്യുന്ന ഒരുവൻ നിങ്ങളുടെ നാഥനായി നിങ്ങൾക്കുള്ളത് കൊണ്ട് യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഒരു ദോഷവും തട്ടാതെ നമ്മളെ പരിപാലിക്കുന്ന ഒരു വലിയവനായ ദൈവം നമ്മുടെ അകത്തിരിക്കുന്നത് കൊണ്ട് കൊലോസ്യ ലേഖനം പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ. പിശാച് നിങ്ങളെ ജയിക്കുകയില്ല. അവൻ എന്തെല്ലാം പദ്ധതികൾ ഉണ്ടാക്കിയാലും നിങ്ങളെ ജയിക്കുകയില്ല. നിങ്ങൾക്കെതിരെ എന്തെല്ലാം ആഭിചാരം ഉണ്ടെങ്കിലും ജയിക്കുകയില്ല. നിങ്ങൾക്കെതിരെ എന്തെല്ലാം മന്ത്രവാദം ഉണ്ടെങ്കിലും ജയിക്കുകയില്ല. ആമേൻ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ഒരു വാക്യം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? അവൻ യഹൂദനെങ്കിൽ നീ അവനെ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, അത് നിങ്ങളെ ജയിക്കുകയില്ലെന്ന്. ഈ പറച്ചിലിനൊക്കെ ഒരു പഞ്ച് വേണ്ടേ?
ഈ അടുക്കള ഇരുന്നൊരു സ്വാര്യം പറയുന്ന പോലെയല്ല, ആലയത്തിലൊരു ദൂത് പറയുന്നു. ആമേൻ. ഈ ഹല്ലേലൂയയ്ക്ക് സ്വർഗം സെറ്റ് ചെയ്ത ഓളി എത്രയാ? പെരുവെള്ളത്തിൻ്റെ അടുത്തത് തകർത്ത മഹാപുരുഷാരത്തിൻ്റെ ഘോഷം പോലെ ഒരു ശബ്ദം. എന്തായിരുന്നു? കണ്ടോ? അത് സ്വർഗം സെറ്റ് ചെയ്ത ഓളിയാ. നമ്മളെ ഈ തണുത്തു ഉറഞ്ഞും ഇങ്ങനെ അവൻ നിങ്ങളെ ജയിക്കുകയല്ല. അത് കേൾക്കുമ്പോഴേ കേൾക്കുന്ന ഇതൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് പറയണം. ആമേൻ. എന്നെ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ സന്തോഷിച്ചില്ലേ പിന്നെ നിങ്ങൾ ഈ ലോകത്ത് എവിടെ പോയി സന്തോഷിക്കാനാണ്? ഞായറാഴ്ച ആരാധന എന്ന് പറയുന്നത് ദൈവസാന്നിധ്യവും ദൈവവചനവും നമ്മുടെ മേൽ വീണ് നമ്മൾ ആത്മാവിൽ സന്തോഷിക്കുന്ന ദിവസം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ലൈവ് ജോഷി പാസ്റ്റർ US ഹൂസ്റ്റണിലോ ഇരുന്ന് കണ്ട് അവിടെ ഇരുന്ന് പാസ്റ്റർ കത്തണം. എന്നിട്ട് അടുത്ത ഞായറാഴ്ച വരാൻ പറയണം. കഴിഞ്ഞ ആ ഞായറാഴ്ചത്തെ ദൈവമക്കളെ നിങ്ങളുടെ ആരാധന കണ്ടപ്പോൾ ഹൂസ്റ്റണിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് പോരാൻ എനിക്ക് തോന്നി എന്ന് ജോഷി പാസ്റ്ററെ കൊണ്ട് പറയുന്നു. നിങ്ങളിങ്ങനെ തണുത്തൊക്കെ ഇരിക്കുന്നത് ജോഷി പാസ്റ്റർ ലൈവിൽ കണ്ടാൽ ചിലപ്പോൾ ഒരു മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ നിൽക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ എന്നെക്കുറിച്ച് ചിന്തിക്കാറ് ഉപദേശി ഞങ്ങളെ ഇളക്കാനാണോ എന്ന്? നിശ്ചയമായിട്ടും ഒരു തർക്കമില്ല. ഉറങ്ങിയിരിക്കുന്ന ഒറ്റ ഒരെണ്ണത്തെ ആലയത്തിൽ വേണ്ട. ഇത് കത്തൽ നടക്കുന്ന ഇടാ. അവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉള്ളം കത്തിയില്ലേ? നിങ്ങൾക്കറിയാവോ, ദൈവവചനത്താൽ കത്തുന്ന ആത്മമനുഷ്യൻ നടത്തുന്ന പ്രാർത്ഥനയുടെയും കൽപ്പനയുടെയും ആജ്ഞകൾ കേൾക്കാൻ 100 കണക്കിന് ദൂതന്മാരാണ് ഈ ആലയത്തിൽ ഇറങ്ങി നിൽക്കുന്നത്. അറിയാവോ? ആമേൻ. വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധൻ ദൈവവചനത്തിലും അഭിഷേകത്തിലും ജ്വലിച്ചിട്ട് അവൻ കൽപ്പിക്കുന്ന കൽപ്പനകൾ ശിരസ വഹിക്കാൻ ഇന്ന് പകൽ ഇറങ്ങി നിൽക്കുന്ന സേവകാത്മാക്കളായ ദൂത സഞ്ചയമുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് വേണം വചനം ധ്യാനിക്കാൻ. ഞാൻ ദൈവവചനം കൊണ്ട് ഹൃദയം കത്തിക്കാൽ നടത്തുന്ന ഒരു കൽപ്പനയെ സ്വീകരിച്ചുകൊണ്ട് പോകാനാണ് സേവകാത്മാക്കളായി ദൂതന്മാർ ഇവിടെ നിൽക്കുന്നത്. താലങ്ങും വിലങ്ങും ദൂതന്മാർ ഇന്ന് പകൽ പായണം. അവൻ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ ദൈവദൂതന്മാർ ഇറങ്ങി ചെല്ലണം. രജന വദരഘടക ജലവതിരി വിധന രമന ഹടക ജലവർദ്ധന യേശുവിന് അധികാരമുള്ള നാമത്തിലൂടെ 2 മിനിറ്റ് കർത്താവിൽ ആരാധിച്ച് അന്തല വഞ്ചല വന്ദല വന്ദല വഞ്ചല വന്ദല വൈദല വർദ്ധല വന്ദല വഞ്ചല വന്ദല വന്ദല വൈജവലന്തല വന്ദല വഞ്ചല വന്ദൽ വേദൽ 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 ൂടച്ചാരകരന്തൽ കർമ്മന ഗച്ചവലന്തല വർദ്ധുല ഗച്ചവലന്തല വർദ്ധല ഗച്ചവലന്തല വർദ്ധല വഞ്ചല വന്ദൽ വന്ദല വൈജല വന്ദല വന്ദല വേദല വന്ദൽ വേദൽ ഉടഞ്ചാലം താരം ജേലം താരം വേദം മാനം കാരം കാരം ഗത്തം വേദം ഘട്ടം പതികടകസ്തി കർമ്മന കെട്ടി കടകല കെട്ടി കർമ്മന കെട്ടി കാടവരത്തം വേദക്കട്ടി ഉടകല കച്ചവലന്തല വർദ്ധല കച്ചവലന്തല വർദ്ധല പച്ചവലന്തല വർദ്ധല വേദക്കമ്മം ബാലം വേലം മലയം ദാരം ദേലം ദാലം ശുഭിനനാമത്തിൽ ഒരു ഭയങ്കര ജയത്തെ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഇന്ന് പകൽ ഞങ്ങളുടെ ജയത്തിനായി ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി പ്രവർത്തിക്കാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഉദര ജഗനഗതനഘടക സന്തരാദീയ അന്തൽ ഗമനഘടക വൈശ്യപ്രവർത്തനാദരാധര യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ജയക്കൊടി ഞങ്ങൾ ഉയർത്തുകയാണ്. ആ സമയത്തും ശിഷ്യന്മാരുടെ എല്ലാം ഹൃദയത്തിൽ വന്നൊരു ചോദ്യം, ഇവൻ
എല്ലാവരുടെയും ഉള്ളത്തിൽ വന്നിരിക്കുന്ന ചോദ്യം കണ്ടോ, ഇവൻ ആരാ? ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്ന ഇവൻ ആരാ? ഒറ്റ വാക്കിനകത്ത് പെരുത്ത മീൻകൂട്ടത്തെ സൃഷ്ടിച്ചെടുക്കാൻ ഒറ്റ വാക്കിനെ അയക്കുന്ന ഇവൻ ആരാണ്? കുഷ്ഠരോഗിയുടെ മേൽ കൈവച്ച് ശുദ്ധമാക്കി അവനെ സൗഖ്യത്തോടെ വിടുന്ന ഇവന്, വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കുകയും വാക്കുകൊണ്ട് രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യുന്ന ഇവൻ ആരാണ്? ഭൂതങ്ങൾ പോലും കീഴടങ്ങുമാർ അധികാരത്തോടെ സംസാരിക്കുന്ന ഇവൻ ആർ? ഇങ്ങനെ നാളുകളുടെ യാത്രകൾ ശിഷ്യന്മാർ യേശു കർത്താവിൻ്റെ കൂടെ ചെയ്തു. യേശു കർത്താവിൻ്റെ പ്രബോധനങ്ങൾ, യേശു കർത്താവിൻ്റെ ശുശ്രൂഷകൾ, യേശു കർത്താവിൻ്റെ സാക്ഷ്യം, യേശു കർത്താവിൻ്റെ പ്രാർത്ഥനാ ജീവിതം, ഇതെല്ലാം കണ്ട് ഫിലിപ്പിൻ്റെ കൈസറിയിലൂടെ കടന്നു പോകുമ്പോൾ യേശു കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ ആരാണെന്ന് ജനങ്ങൾ പറയുന്നു? നിങ്ങളുടെ ഉള്ളിലെ നാളുകളായിട്ടുള്ള ചോദ്യം എന്താണ്? ഞാൻ ആരാന്നല്ലേ? ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ ആരാണെന്ന് ജനങ്ങൾ പറയുന്നു. അവരുടെ മറുപടി പറഞ്ഞു, ആമേൻ ഏലിയാവ്, ആമേൻ ജെറമിയ, യോഹന്നാൻ, ഇങ്ങനെയൊക്കെ പറയുന്നു. ആയിക്കോട്ടെ, ഞാൻ ആരാണെന്ന് നിങ്ങൾ പറയുന്നു. അപ്പൊ യേശു കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ജനങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ടവരുമുണ്ട്. ജനങ്ങൾ എന്തു പറയുന്നു എന്നും യേശുവൻ അറിയണം, തെരഞ്ഞെടുക്കപ്പെട്ടയാൾ എന്തു പറയുന്നു എന്നും യേശുവൻ അറിയണം. ആ ബാക്കിയുള്ള ശിഷ്യന്മാരെല്ലാം മൗനം പാലിച്ചിരുന്നപ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാൻ പറയാം, അങ്ങ് സത്യമായും ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. യേശു കർത്താവിൻ്റെ മറുപടി, ബർ യോനാ ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളെല്ലാം സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഒരു ദൂത് പറയട്ടെ, ആമേൻ. സ്വർഗസ്ഥനായ പിതാവിൻ്റെ വെളിപ്പെടുത്തൽ പത്രോസിനുണ്ടായത് പത്രോസ് അറിഞ്ഞിട്ടില്ല. ഒരു പകർച്ച നടക്കുമ്പോൾ അറിയത്തില്ല, അത് പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും അത് അറിയുന്നത്. ഇന്ന് പകൽ നടക്കുന്ന പകർച്ചകൾ, ഇന്ന് പകൽ നടക്കുന്ന വിടുതലുകൾ ഇപ്പോൾ അറിയണമെന്നില്ല, ഇനി ഏതോ ഒരു സമയത്തായിരിക്കും അതറിയുന്നത്. എന്റെ ചോദ്യം ശ്രദ്ധിക്കുന്നുണ്ട്? സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിങ്ങൾക്കിത് വെളിപ്പെടുത്തി തന്നതെന്ന് പറയാൻ, നിനക്കിത് വെളിപ്പെടുത്തി തന്നതെന്ന് യേശു പറയുമ്പോൾ, പത്രോസെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അതെപ്പോഴാണ് സംഭവിച്ചതെന്ന്? ഇത് തന്നെയാണ് പകർച്ചയുടെ കാര്യം, ഇത് തന്നെയാണ് വിടുതലിൻ്റെ കാര്യം. ദൈവം ഒരു വിടുതൽ അയച്ചാൽ ഒരു പക്ഷേ അന്നേരം നമ്മൾ അറിയണമെന്നില്ല. നമ്മൾ അറിഞ്ഞില്ലെങ്കിലും ദൈവം വിടുവിക്കാതെ ഇരിക്കത്തില്ല. യേശുവിനാമത്തിൽ ഇന്ന് പകൽ അസാധാരണമായ പകർച്ചകൾ ഈ ആലയത്തിൽ നടക്കട്ടെ. ഒരുപക്ഷെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചു എന്ന് നമുക്ക് തോന്നലില്ലാതെ ഇരിക്കുമ്പോഴും ഞാൻ ഉറപ്പിച്ചു പറയാം, എന്തൊക്കെയോ സംഭവിക്കുന്നു. ആമേൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. അപ്പൊ ഈ വെളിപ്പെടുത്തൽ നടന്ന സമയത്ത് പത്രോസ് അറിഞ്ഞില്ലേ? ഇല്ല. കൃപാവരങ്ങളുടെ പകർച്ച പോലും ചില നേരങ്ങളിൽ പകരുന്നത് നമ്മൾ അറിയണമെന്നില്ല. പക്ഷെ പിന്നെ എവിടെയെങ്കിലും ഏതോ ഒരു രോഗിക്ക് വേണ്ടി ഒന്നും അറിയാതെ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്, സൗഖ്യം നടക്കുന്നു, വിടുതൽ നടക്കുന്നു, അത്ഭുതം നടക്കുന്നു. ഒരു പുതിയ പകർച്ച യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് നടക്കട്ടെ. ഹല്ലേലൂയ. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? യേശു അവനോട്, ബർ യോനാ ശിമോനെ, നീ ഭാഗ്യവാൻ. തുടക്കത്തിൽ എന്താ വിളിച്ചത്? നീ യോഹന്നാന്റെ
മകനായ ശീമോനാണ്, എന്നാൽ നീ കേഫാവാകും. ആണല്ലോ. ഇപ്പം എന്താ വിളിച്ചത്? ബർയോന ശീമോനെ എന്ന് പറഞ്ഞാൽ യോനായുടെ മകനായ ശീമോനെ. അപ്പൊ ഇപ്പോഴും ഈ മനുഷ്യൻ ആരാണ്? ശീമോൻ. അത്ഭുതം നടന്നു, പത്രോസായില്ല. മലയിലെ പ്രഭാഷണത്തിൽ കയറിയിരുന്നു, പത്രോസായില്ല. കുഷ്ഠരോഗിയുടെ വിടുതൽ കണ്ടു, പത്രോസായില്ല. വെളിപ്പാട് കിട്ടി, പത്രോസായില്ല. അവസ്ഥകൾക്ക് മാറ്റം വന്നു, പക്ഷേ വ്യക്തിത്വത്തിൽ സംഭവിക്കേണ്ട ആത്മീക വ്യതിയാനം സംഭവിച്ചിട്ടില്ല. ആത്മീക ജീവിതത്തിൽ അവസ്ഥകളുടെ വ്യത്യാസം മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. നമ്മളെന്ന് പറഞ്ഞ വ്യക്തിയുടെ രൂപാന്തരം കൂടെ നമ്മുടെ സ്വപ്നമാണ്. യഹോവയുടെ ആത്മാവ് വന്നവൻ ആള് മാറിയതുപോലെ ആയിത്തീർന്നു. ആമേൻ. നമ്മളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം നടക്കുമ്പോൾ നമ്മൾ ആള് മാറിയതുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും കാലങ്ങൾ പോയി. യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ പതിരുപോലെ പാറ്റേണ്ടതിന് എന്നോട് കൽപ്പന ചോദിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. അവിടെ ഉപയോഗിച്ച വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ, ശീമോനെ ശീമോൻ. അരമന മുറ്റത്ത് തകർന്ന് തരിപ്പണായ മനുഷ്യൻ, ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഒന്നാമത്തെ പർവ്വതത്തിൽ ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറയുമ്പോൾ ഇയാളുടെ മനസ്സിൽ വന്ന ചോദ്യമാണ്, ഇവൻ ആരാണ്? പിന്നീട് അയാൾ തന്നെ പറഞ്ഞു, നീ സത്യമായും ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അത് കഴിഞ്ഞപ്പോൾ ആമേൻ, യേശു കർത്താവ് ആമേൻ ഇവരോട് പറയുന്നൊരു കാര്യമുണ്ട്. മനുഷ്യപുത്രൻ ജെറുസലേമിൽ മഹാപുരോഹിതന്മാരാലും ശാസ്ത്രിമാരാലും ബന്ധിക്കപ്പെടുകയും ആമേൻ അവർ അവനെ ക്രൂശിക്കുകയും ചെയ്യും, എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. ആമേൻ. ഈ ശീമോൻ എന്ന് പറയുന്ന മനുഷ്യൻ രഹസ്യമായിട്ട് വിളിച്ചു നിർത്തി പറഞ്ഞു, അരുത്, അത് നിനക്ക് സംഭവിക്കരുത്. അപ്പോൾ ക്രൂശീകരണ പുനരുദ്ധാനങ്ങളുടെ വെളിപ്പാടുകളിലേക്ക് കയറാൻ കഴിയാതെ നിൽക്കുന്ന ഒരു ശിഷ്യനെ നിങ്ങൾ കണ്ടോ? ഇപ്പോഴും എവിടെയാണ് നിൽക്കുന്നു നോക്കി? ഇപ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളും ഇങ്ങനെയുള്ള ലോകത്താണ് പുള്ളി നിൽക്കുന്നത്. ക്രൂശീകരണ പുനരുദ്ധാനങ്ങൾ എന്ന് പറയുന്ന മഹാ ഇടപെടലുകളിലേക്ക് കയറാൻ കഴിയാതെ നിൽക്കുമ്പോൾ 6 ദിവസം കഴിഞ്ഞ് യേശു കർത്താവ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ചു കൂട്ടിക്കൊണ്ടുപോയി. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മത്തായി 5:6-7 ഒരു മലയായിരുന്നല്ലോ. പ്രഭാഷണങ്ങൾ കൊണ്ട് ആമേൻ ഇവരെ ബോധ്യപ്പെടുത്താൻ കർത്താവ് ശ്രമിച്ച ഒരു സ്ഥലമാണത്. അവിടെ വെച്ച് ഇവർക്ക് മനസ്സിലാകാതെ വന്ന കാര്യങ്ങൾ വീണ്ടും 2-ാം പർവ്വതത്തിലേക്ക് വീണ്ടും ഇവരെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് അവൻ അവരുടെ മുമ്പിൽ രൂപാന്തരപ്പെട്ടു. ആമേൻ. 1-ാം പർവ്വതത്തിൽ പറഞ്ഞത് ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ന്യായപ്രമാണാണോ പ്രവാചകന്മാരാണോ ഇവനാണോ ഇതിൽ ആരാണ് വലുത് എന്നൊരു ചോദ്യം അവശേഷിച്ച് അവരുടെ ഹൃദയത്തിൽ ആമേൻ പൂർണ്ണമായി ഉത്തരം ലഭ്യമാകുമാറ് 2-ാം പർവ്വതത്തിൽ അവരെ കൊണ്ടുപോയിട്ട് അവരുടെ മുൻപിൽ ആമേൻ അവൻ രൂപാന്തരപ്പെടുകയാണ്. എന്നിട്ട് അവരെ കാണിച്ച ചിത്രം കൂടെ നിങ്ങൾ ഓർത്തു നോക്കിയേ. ആമേൻ. ആ രൂപാന്തരപ്പെടലുകളിൽ മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. മോശ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ പ്രതിനിധിയാണ്. ഏലിയാവെന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ പ്രതിനിധിയാണ്. അവർ രണ്ടുപേരും യേശു കർത്താവിനോട് സംസാരിക്കുന്നത് ആമേൻ ആ രൂപാന്തരത്തിൻ്റെ പർവ്വതത്തിൽ കാണുമ്പോൾ പത്രോസിന് കാര്യങ്ങൾ ക്ലിയറായി വരുന്നുണ്ട്. ആമേൻ. ന്യായപ്രമാണവും ആമേൻ പ്രവാചകന്മാരും സംസാരിച്ച കാര്യമാണ് ക്രൂശീകരണ പുനരുദ്ധാനങ്ങൾ. ഇവൻ ന്യായപ്രമാണത്തെക്കാളും ഇവൻ പ്രവാചകന്മാരെക്കാളും ഉന്നതനാണ്.
ഒരൊന്നാം പർവ്വതം കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു രണ്ടാം പർവ്വതം നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കും. ഒന്നാമത്തെ ഇടപെടലുകൾ കൊണ്ട് കാര്യം നടന്നില്ലെങ്കിൽ വിഷമിക്കരുത്. ഇതാ രണ്ടാമത്തെ ഇടപെടലുകൾ ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. ഒന്നാമത്തെ എൻകൗണ്ടർ കൊണ്ട് നടന്നിട്ടില്ല എങ്കിൽ സഭയെ ഒരു സെക്കൻഡ് എൻകൗണ്ടർ. ഒന്നാം കൂടിക്കാഴ്ച കൊണ്ട് കാര്യങ്ങൾക്കൊരു പൂർണ്ണത വരുന്നില്ലെങ്കിൽ രണ്ടാമത്തെ കൂടിക്കാഴ്ച തരാൻ എൻ്റെ യേശു കർത്താവ് വിശ്വസ്തനാണ്. ഒന്നാമത്തെ സ്പർശനം കൊണ്ട് ആമേൻ, കണ്ണ് കാണാൻ വയ്യാത്ത മനുഷ്യ, നിന്റെ കണ്ണ് സൗഖ്യമാകുന്നില്ലെങ്കിൽ ഒരു രണ്ടാം സ്പർശനം തരാൻ ആമേൻ എൻ്റെ യേശു തയ്യാറാണ്. ഇന്ന് പകൽ ആരും ഭാരപ്പെടരുത്. ആമേൻ, ഒന്നാം സ്പർശനം കൊണ്ട് നടന്നില്ല, സാരയില്ല, ഒരു സെക്കൻഡ് ടച്ച്. ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരു സെക്കൻഡ് എൻകൗണ്ടർ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. ഒരു രണ്ടാം സമാഗമം യേശുവിന്റെ നാമത്തിൽ, ഒരു രണ്ടാമത്തെ കൂടിക്കാഴ്ച, ഒരു രണ്ടാമത്തെ ഇടപെടൽ. അത് പ്രാർത്ഥിച്ചൊന്ന് പിടിച്ചേ യേശുവിന്റെ നാമത്തിൽ. ഒരു രണ്ടാം കൂടിക്കാഴ്ച, ഒരു സെക്കൻഡ് എൻകൗണ്ടർ, ഒരു സെക്കൻഡ് ടച്ച്. Like the sweet in the Albreen, oh! Oh, Rabadaragadana Ramana Hadaragadaga Siyadaraya, Vaidana Regal Gamanaga Siyara. ഒന്നാമത്തെ പ്രാർത്ഥന കൊണ്ട് നടന്നില്ലെങ്കിൽ സാരമില്ല, നിന്റെ രണ്ടാമത്തെ പ്രാർത്ഥനയിൽ ഒരു ജയമുണ്ട്. ഒന്നാമത്തെ ആരാധനയിൽ കാര്യങ്ങൾ നടന്നില്ല, സാരമില്ല, നിന്റെ രണ്ടാമത്തെ ആരാധനയിൽ കാര്യങ്ങൾ നടക്കുകയാണ്. എൻ്റെ ഒന്നാമത്തെ ഇടപെടലിൽ കാര്യങ്ങൾ നടന്നില്ല, സാരമില്ല. ഇനി ഞാൻ ദൂതൻ അങ്ങോട്ട് ഉപസംഹരിച്ചുകൊണ്ട് വരട്ടെ. അരമനമുറ്റം വന്നു, തള്ളിപ്പറഞ്ഞു, വെളിപ്പാട് കിട്ടി. ആ വെളിപ്പാട് പോലും പ്രയോജനപ്പെടുത്താൻ കഴിയാതെ ഉടഞ്ഞ് ആ മനുഷ്യന്മാർ. പിന്നെ നമ്മൾ യോഹന്നാൻ 21 കാണുന്നത്, അവൻ ആദ്യം 3.5 വർഷത്തിന് മുൻപ് അവൻ ആരായിരുന്നോ അതുപോലെയായി. യേശു കർത്താവുമായിട്ട് ആദ്യം കൂടിക്കാണുമ്പോൾ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്തൊരു മനുഷ്യനായി നിന്നതുപോലെ 3.5 വർഷം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാതെ, ഒന്നും ലഭ്യമാകാതെ, അതേപോലെ ഒരു പുലർച്ചയിൽ ശൂന്യമായൊരു പടകിൽ അവൻ നിൽക്കുകയാണ്. ഒരു ദൂത് പറയട്ടെ, വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോഴും ഭാരപ്പെടരുത്. ഈ പുലർച്ചയിൽ നിങ്ങളെ മാത്രം നോക്കി ജലവർദ്ധന രഗൽ ഗമന ഘടക ജലവതിരി വിധന രമന ഹടക ജാലവത് ഉടബൽ ഗമന ഗതന ഘടക സിയാദരായി. പിശാച് ഭംഗിയായിട്ട് സന്തോഷിച്ചിട്ടില്ല ഈ മനുഷ്യനെ നോക്കി. വലിയ വാഗ്ദത്തം ഉണ്ടെങ്കിലും തള്ളിപ്പറഞ്ഞ് തകർന്ന് വീണ്ടും ആമേൻ മത്സ്യബന്ധനത്തിന് പോയൊരു പരാജയം നിന്ന് പിശാച് വിധിയെഴുതി സന്തോഷിച്ചില്ലേ? നടക്കുകയല്ല പിശാച്. അന്ത്രയോസ് കൊണ്ടുവന്ന ആദ്യ ദിവസം തന്ന ഒരൊറ്റ പ്രവചനം അവന് കൊടുത്തിട്ടുണ്ട്, നീ കേഫാവാകും. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ദൂതാണ്, വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും പ്രവചനമാണ്. പ്രതികൂലങ്ങൾ എത്ര നേരിട്ടാലും ദൈവത്തിൻ്റെ പ്രവചനം നിന്നെ തേടി വരുന്നൊരു സമയമുണ്ട്. ആമേൻ. അവൻ ഭോഷ്ക് പറയത്തില്ല, അവൻ ഭോഷ്ക് പറയാൻ മനുഷ്യനല്ല, അവൻ വെറുതെ സംസാരിക്കത്തില്ല. നിവർത്തിയാകാൻ പ്രവചനം ബാക്കിയുള്ള എത്ര ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ട്? നിവർത്തിയാകാൻ പ്രവചനം ബാക്കിയുണ്ട് എനിക്ക് എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഞാനുണ്ട്.
സന്തോഷിക്കുക. ഭയങ്കര ദൈവപ്രവൃത്തി ഉണ്ടാകും. ഭയങ്കര ദൈവപ്രവൃത്തി ഉണ്ടാകും. കാരണം ദൈവത്തിന് ദൂത് മാറ്റമില്ലാത്തതാണ്. ആകാശം മാറും, ഭൂമി മാറും, എന്നാൽ അവന്റെ വാക്കിന് വള്ളിയോ പുള്ളിയോ നീങ്ങുകയില്ല. അടുത്തിരിക്കുന്ന ആളെന്ന് പറഞ്ഞ ദൂത് മാറിപ്പോകത്തില്ലെന്ന്. അമ്മച്ചിക്ക് ഒരു കൈ തരും കേട്ടോ. ഇത്രേ ആണുങ്ങൾ ഇരുന്നിട്ട് ഒരൊറ്റ മനുഷ്യന്റെ ശബ്ദം അമ്മച്ചിയുടെ ശബ്ദത്തെക്കാൾ ഉയർന്നില്ല ഇവിടെ. ദൂത് അടിപൊളി, മാറിപ്പോകത്തില്ല. പിശാച് തലയും കുത്തി നിന്നാലും നിങ്ങളോട് പറഞ്ഞ ദൂത് മാറിപ്പോകത്തില്ല. മാറിപ്പോകത്തില്ല. മൂന്നര വർഷം കഴിഞ്ഞ് ഈ മനുഷ്യനെ നിങ്ങൾ നോക്ക്. തിബെരിയോസിന്റെ കടൽ തീരത്ത് എല്ലാം തകർന്ന് അടിഞ്ഞവനായി, ആമേൻ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്തവനായി, വ്യർത്ഥമായ ശിഷ്യത്വ ജീവിതമെന്ന് വിധി എഴുതിയവനായി, ഇതുവരെയും കേഫാവാകാതെ ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ അവൻ്റെ അരികിലേക്കൊരു പുലർച്ചയിൽ അവനൊരു ചെറു ചിരിയോടെ നടന്നു വരുന്ന ഒരുവനുണ്ട്. കാലങ്ങൾക്ക് മുൻപ് അന്ത്രയോസ് വന്നപ്പോൾ, അന്ത്രയോസ് നിന്നെ കൊണ്ടുവന്നപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞൊരു ദൂത് നിന്റെ തലയ്ക്ക് മുകളിൽ കിടപ്പുണ്ട്. അത് നിവർത്തിയാകാൻ സമയമായി. അത് നിവർത്തിയാകാൻ സമയമായി. ഈ കാറ്റും കോളും കണ്ടൊന്നും ഭാരപ്പെടരുത്. ആമേൻ. ദൂത് നിവർത്തിയാകാൻ സമയം. പരിശുദ്ധാത്മാവനോട് പറയുന്നു, നിങ്ങളുടെ ദൂതുകൾ നിവർത്തിയാകാൻ സ്വർഗത്തിലെ ഘടികാരത്തിൽ സമയമായി. ആമേൻ. ആലോചനകൾ നിവർത്തീകരിക്കപ്പെടുന്ന ഒരു സമയമായിട്ടുണ്ട്. ദൈവപ്രവൃത്തിയുടെ നാഴിക വന്നു. ഒരുക്കി കൊടുത്തില്ലേ പ്രാതൽ? ഇല്ലേ? തീക്കനലിൽ ചുട്ട പ്രാതൽ കൊടുത്ത് പത്രോസ് എന്ന് പറയുന്ന പരാജയപ്പെട്ടവനെന്ന് പിശാചുക്കൾ സന്തോഷിക്കുന്ന ആ മനുഷ്യൻ കഴിച്ചോണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ചോദ്യം, നിനക്കെന്നോട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് ചിന്തിച്ചാണ്, കഴിച്ചു തീർന്നിട്ട് വേണം ചോദിക്കാൻ, യേശുവേ അങ്ങേക്ക് ഇപ്പോഴും എന്നെ സ്നേഹമാണ്. പക്ഷെ കർത്താവ് പറഞ്ഞ ആ ചോദ്യം ഇങ്ങോട്ട് ചോദിക്കാൻ നിനക്ക് അവസരം തരാതെ ഞാൻ നിന്നോട് ചോദിക്കും. മൂന്നാമതും എന്തുവാ ചോദിച്ചേ? 21:17 നിട്ടെ. യോഹന്നാൻ 21:17 ഇട്ടെ മോളെ. യോഹന്നാൻ 21:17. യെസ്. മൂന്നാമതും അവനോട്, ഒന്ന് വായിച്ചു നോക്കിയേ. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ. എന്തോ ഇപ്പൊ വിളിച്ചേ? ശീമോൻ. ഈ മനുഷ്യൻ ദുഃഖിക്കുന്നുണ്ടോ? ദൈവമേ, 3.5 വർഷമായിട്ടും എന്നെ പത്രോസേന്നൊന്ന് വിളിക്കാൻ അങ്ങേക്ക് പറ്റിയില്ല. അതായിരുന്നു ആ മനുഷ്യന്റെ ദുഃഖം. ആ ഒറ്റ ദുഃഖത്തിൽ ഒരു ഭയങ്കര വ്യത്യാസം നടക്കുകയാണ്. നിങ്ങൾ ഓർത്തു നോക്കിയേ, എല്ലാം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ ചൂരച്ചെടിയുടെ തണലിൽ ഒരു പ്രവാചകൻ കിടക്കുമ്പോൾ അവിടെ ദൂതൻ കൊണ്ടുവന്ന ഒരടയും വെള്ളവും. 3.5 വർഷം കഴിഞ്ഞ് അവൻ ഒന്നുമില്ലാത്തവനായി നിൽക്കുമ്പോൾ ആ തീരത്ത് വെളിപ്പെട്ട ഒരു പ്രാതൽ. ഈ പ്രാതൽ വെളിപ്പെട്ടാൽ ഓർത്തോണം, ഒരു ഭയങ്കര എഴുന്നേൽപ്പിന്റെ സമയം. ഹൃദയത്തെ തൊടുന്ന ദൂത് വെളിപ്പെടുന്നെങ്കിൽ ഓർത്തോ, നിന്റെ എഴുന്നേൽപ്പിന്റെ സമയമായി.
ആമേൻ. എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു. കർത്താവിനോട് ചോദിച്ച, കർത്താവേ, യോഗ്യതയില്ലെന്ന് തെളിയിച്ചൊരു മനുഷ്യനല്ലേ ഇത്, ഇവന്റെ പിന്നാലെ ഇനി പോകണോ? പോകും. എന്താ കാര്യം? എൻ്റെ തെരഞ്ഞെടുപ്പാണ് എനിക്ക് പ്രധാനം. ഞാൻ അവനെ തെരഞ്ഞെടുത്തത് ആമേൻ ഒരിക്കലും കേഫാവാകാതെ 3.5 വർഷം പരീക്ഷിച്ച് തള്ളിക്കളയാനല്ല, ഒരു കേഫാവാക്കാൻ തന്നെയാണ്. നിങ്ങളെ തമ്പുരാൻ വിളിച്ചത് 4 വർഷം ആരാധിപ്പിച്ചിട്ട് തള്ളിക്കളയാനല്ല, ആമേൻ നിങ്ങളെ കുറിച്ചുള്ള ദൂത് നിവർത്തിയാക്കാൻ തന്നെയാണ്. അല്ലാതെ 5 വർഷം വിശ്വാസി എന്ന വേഷം ധരിപ്പിച്ചിട്ട് ഉപേക്ഷിച്ച് കളയാനല്ല എൻ്റെ യേശു നമ്മളെ തെരഞ്ഞെടുത്തത്. യേശു നമ്മളെ തെരഞ്ഞെടുത്തത് ചില ദൂതുകളെ ഉറപ്പിക്കാനാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 4 വർഷം ഈ പുസ്തകം എടുത്ത് നിങ്ങളുടെ ദേശത്തൂടെ നിങ്ങൾ നടന്ന് പരിഹാസം ഏറ്റെടുത്തിട്ട് 5-ാമത്തെ വർഷം നിങ്ങളെ തള്ളിക്കളയാൻ ആ കർത്താവ് വിളിച്ചെന്നല്ല, ഇതെടുത്തവനെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൂതുകളെ നിവർത്തിയാക്കുന്ന ഒരു ദൈവമുണ്ട്. വാഗ്ദത്തങ്ങളെ തരുന്ന ഒരു ദൈവമുണ്ട്. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ 3.5 വർഷം ഈ ശീമോൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഗ്രാഫ് ഉയർന്നും പൊങ്ങിയും താണും ഒക്കെയാ പോയി. ചില നേരങ്ങളിൽ താണു, ചില നേരങ്ങളിൽ ഉയർന്നു, വീണ്ടും താണു, ഇങ്ങനെ പോയി. എന്നാൽ ഈ യോഹന്നാൻ 21:17 കഴിഞ്ഞ് പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആമേൻ ശീമോൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഗംഭീരമായ ഒരു ടേക്ക് ഓഫ് നിങ്ങൾക്ക് നിന്നെ പിടിച്ചാ കിട്ടാത്തതുപോലെ. ശിവനലാമത്ത്, 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 ശിവനലാമത്ത്. ഉറബദരഗജനരബന ഹദരഗടഗസിയ ധരഗജനരബനഗടഗ മനബൗഠി വിരിതുനുഗുടഗജലാദര. എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? എത്ര പേര് ആരാധിക്കുന്നുണ്ട്? അതാണ് പ്രവൃത്തിയുടെ പുസ്തകം. നമ്മൾ നോക്കുമ്പോൾ പ്രവൃത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ആമേൻ യേശു കർത്താവ് പുനരുദ്ധാനം ചെയ്തിട്ട് ശിഷ്യന്മാരുടെ നടുവിൽ ആമേൻ ഉദ്ധിതനായി വെളിപ്പെട്ട് 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ അവരോട് സംസാരിച്ച് താൻ ജീവിച്ചിരിക്കുന്നു എന്നവർക്ക് തെളിയിച്ചു കൊടുത്തു. ആ 40 ദിവസങ്ങൾ അസാധാരണ. പത്രോസേ, നീ ഭയപ്പെട്ടില്ലേ ക്രൂശീകരണം? പത്രോസേ, നീ അവിശ്വസിച്ചില്ലേ പുനരുദ്ധാനം? പക്ഷെ ഇതെല്ലാം നീ കണ്ട് ഭയന്ന് ഓടിപ്പോയില്ലേ? ദേ, ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കും, മരണത്തിന് പിടിച്ചടക്കാൻ കഴിയാത്തവനായി. ആമേൻ. അവിടെ കർത്താവ് പറഞ്ഞത്, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ധരിച്ച് യെരൂശലേം, യഹൂദ്യ, ശമരിയിൽ എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. അവിടെ പത്രോസ് ഒന്ന് നിന്നു. ദൈവമേ, കഴിഞ്ഞ 3.5 വർഷം ആമേൻ ഇതെല്ലാം ഉണ്ടായിട്ടും സാക്ഷിയാകാൻ കഴിയാതെ പോയ സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ സാക്ഷിയായിരുന്നെങ്കിൽ അരമന മുറ്റത്ത് പരിചാരിക എന്നോട് വന്ന് നീ അവനോട് കൂടെ ഇരുന്നവനല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ കഴിയുമായിരുന്നു, അതെ, ഞാൻ അവനോട് കൂടെ ഇരുന്നവൻ തന്നെ. സാക്ഷിയായോ? പക്ഷെ ഇപ്പൊ കർത്താവ് പറഞ്ഞു, സാക്ഷിയാകാൻ കഴിയാത്ത നിന്റെ പരാജയത്തിൻ്റെ 3.5 വർഷത്തെ ജീവിതത്തിന് ഞാൻ തിരശ്ശീലയിടാൻ പോവാം.
നിനക്കൊരു ടേക്ക് ഓഫ് ഞാൻ തരാൻ പോകും. ഇതിനകത്തിരിക്കുന്ന വിശുദ്ധന്മാരോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. ഈ വചനപ്രകാരമുള്ള ഒരു ഗംഭീരമായ ഒരു ഉയർച്ചയിലേക്ക്. ഹല്ലേലൂയ. മക്കളെ, ഈ ദൂത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വിഷമിക്കണ്ട. ഞാൻ കൊണ്ടുപോകോളാം. വർഷങ്ങൾ കൊണ്ട് നടക്കാത്തത് നടത്തിയെടുക്കുന്ന നിങ്ങളുടെ കാത്തിരിപ്പുകൾ വിഫലമല്ലെന്ന് തെളിയിക്കുന്ന ചില ദിവസങ്ങൾ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ മുമ്പിൽ തുറന്നു വരട്ടെ. അപ്പൊ പ്രവൃത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിലും അടച്ചിട്ട മുറിയിലുമൊക്കെ യേശു കർത്താവ് അടച്ചിട്ട മുറിക്കകത്ത് തനിച്ചു കയറിയിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ വാതിൽ അടച്ചിരിക്കാതിന് നടുവിൽ വന്ന് സമാധാനം എന്നൊക്കെ ആശംസിക്കുന്നു പറഞ്ഞാൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല ഞാൻ വന്നത് കേട്ടോ, എൻ്റെ വിശ്വസ്തത കൊണ്ട്. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നോ? അവൻ്റെ വിശ്വസ്തതയിലും വിശ്വസിക്കണം. നിന്റെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ട് മാത്രമല്ല, ആമേൻ, പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ അടച്ചിട്ട മുറിക്കകത്ത് ഭയന്നിരിക്കുമ്പോൾ അതിന് നടുവിലോട്ട് വന്ന് നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എൻ്റെ യേശുവിനെ എനിക്ക് ഇഷ്ടമായത് എന്തുകൊണ്ടാണെന്നറിയാം? ഒരു വേള ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ മനസ്സ് തളർന്ന്, ആമേൻ, ഭാരപ്പെട്ട് സമാധാനമില്ലാത്ത നിലയിൽ അടച്ചിട്ടൊരു മുറിക്കകത്തിരിക്കുന്നത് പോലെ ഇരിക്കുമ്പോഴും അതിന് നടുവിലേക്ക് ഇറങ്ങി വരുന്ന ഒരു മഹാസ്നേഹമാണ് നസ്രായനായ യേശു. ആ സ്നേഹത്തിന് നിങ്ങളെ കളയാൻ ഒക്കുകയില്ല. 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധമായ കാര്യങ്ങൾ അവരോട് സംസാരിച്ചു. അപ്പൊ ഈ പ്രവൃത്തിയുടെ പുസ്തകം നമ്മൾ 1-ാമത്തെ അധ്യായം ആവർത്തിച്ച് നമ്മൾ എടുത്തു നോക്കിയാൽ ദൈവരാജ്യം സംബന്ധിച്ച് എന്തുവാ സംസാരിച്ചതെന്ന് നമ്മൾ അവിടെ തിരക്കിയാൽ കിട്ടത്തില്ല. കാരണം എന്താണെന്നറിയോ? ഈ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ ഇതിനു മുൻപ് പറഞ്ഞതാണ്. പക്ഷേ അന്നത് പൂർണ്ണമായി അങ്ങോട്ട് ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷി ഈ പാവത്തിന് ഇല്ലാതെ പോയി. തമ്പുരാൻ പറഞ്ഞ, സാരമില്ലടാ, ഒന്നുകൂടെ സംസാരിക്കും. നിനക്ക് അന്ന് ഞാൻ പറഞ്ഞത് ഉൾക്കൊള്ളാനുള്ള ഒരു പ്രാപ്തി ഇല്ലാതെ പോയല്ലേ. കുറ്റം പറയാനൊന്നുമല്ല ഞാൻ വന്നത്, ഞാൻ ഒന്നുകൂടെ സംസാരിക്കും. ഇനി ഒരു 40 നാളുകൾ സംസാരിക്കാം, ഞാൻ കാണിച്ചു തരാം. ഹലോ, വെളിപ്പാടുകൾ കൊണ്ട് അങ്ങോട്ട് നിറച്ചിട്ട് അതിൻ്റെ അന്ത്യത്തിൽ ഒരൊറ്റ ദൂത്, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കും. എന്തുവാ പറഞ്ഞേ? എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? വായിച്ചു പോകുമ്പോൾ ആമേൻ, അവരെല്ലാവരും ഒരുമിച്ച് കൂടി ഒരു മുറിയിൽ പ്രാർത്ഥന ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അടുത്ത വാക്യം, അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റു. ദൂത് പറയട്ടെ, പ്രാർത്ഥിക്കുന്നവൻ എഴുന്നേൽക്കും. പ്രാർത്ഥിക്കുന്ന കുടുംബം എഴുന്നേൽക്കും. പ്രാർത്ഥിക്കുന്ന വിശുദ്ധൻ എഴുന്നേൽക്കും. എന്തെല്ലാം തകർച്ചകൾ വന്നാലും നീ പ്രാർത്ഥനയിൽ സഞ്ചരിക്കുന്നവനാണോ, നീ എഴുന്നേൽക്കും. യോഹന്നാനിൽ നമ്മൾ വായിച്ചത് പ്രാർത്ഥിച്ചപ്പോൾ യേശു വന്നതല്ല, വിശ്വസ്തതയിൽ വന്നു. പക്ഷെ പ്രവൃത്തിയുടെ പുസ്തകം വന്നപ്പോൾ നമ്മൾ കാണുന്നത് അവർ പ്രാർത്ഥനയിലോട്ട് കയറി. സ്വിച്ച് മാറ്റിയിടുന്നത് കണ്ടോ? ഭയന്ന് ഒരു മുറിക്കകത്ത് അടച്ച് കഥകടച്ചിരിക്കുന്നവർ ഇപ്പോൾ
ആമേൻ, ഒരു മുറിക്കകത്ത് മുറികൾ മാറി അടുത്ത മുറിയിൽ പ്രാർത്ഥനയുടെ ആരവം മുഴങ്ങുന്നു. അതിൻ്റെ നടുവിലേക്ക് ആമേൻ ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവകൃപ വ്യാപരിക്കുന്നു. അപ്പോൾ സഹോദരന്മാരുടെ നടുവിൽ പത്രോസ് എഴുന്നേറ്റു. എൻ്റെ ഉള്ളിൽ ഒരു ദൂത് വരുന്നേ, എൻ്റെ ഉള്ളിൽ ഒരു ദൂത് വരുന്നു. പ്രാർത്ഥിക്കുന്നവൻ കൂടപ്പിറപ്പുകളുടെ നടുവിൽ എഴുന്നേൽക്കും. പ്രാർത്ഥിക്കുന്ന നിന്നെ നിന്റെ കൂടപ്പിറപ്പുകളുടെ നടുവിൽ മാന്യതയോടെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ബന്ധുമിത്രാദികൾ കാണുക, നിങ്ങളുടെ കൂടപ്പിറപ്പുകൾ കാണുക, നിന്റെ ചുറ്റുവട്ടമുള്ളവർ കാണുക, നിന്നെ മാന്യതയോടെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. എന്തിനാ എഴുന്നേറ്റെ? ഞാൻ ഈ ദൂത് ആരോടാ പ്രസംഗിക്കുന്നത്? ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടോ? സഹോദരങ്ങളുടെ നടുവിൽ ചുറ്റുവട്ടമുള്ളവരുടെ നടുവിൽ തുള്ളാൻ പോയിട്ട് എന്ത് കിട്ടി എന്ന് ചോദിക്കുന്നവരുടെ മധ്യത്തിൽ, കൊട്ടിപ്പാടാൻ പോയിട്ട് എന്ത് കിട്ടി എന്ന് ചോദിക്കുന്നവരുടെ നടുവിൽ അപ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റു. വായിക്കുന്നു അല്ലേ? ദുരനുഭവങ്ങളുടെ 3.5 വർഷമുണ്ട് പത്രോസ് നിങ്ങളുടെ ജീവിതത്തിൽ. പാളിച്ചകളുടെ അനുഭവങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അവിശ്വസ്തതയുടെ നിഴലുകളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. പരാജയത്തിൻ്റെ ഗർത്തങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. പക്ഷേ സാരമില്ല, പ്രാർത്ഥിക്കാൻ തുടങ്ങ്, നീ എഴുന്നേറ്റ് വരും. നീ എഴുന്നേറ്റ് വരും. കൈവിടത്തില്ലവൻ, കൈപിടിച്ചെഴുന്നേൽപ്പിക്കുന്നവനോ. അവൻ സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ്. എന്തോ പറഞ്ഞറിയാം, ഞാൻ വേഗത്തിൽ അങ്ങ് പറഞ്ഞ അവസാനിപ്പിക്കും. പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം അരുളി ചെയ്തതുപോലെ അവൻ്റെ വാസസ്ഥലം ശൂന്യമാകട്ടെ, അവൻ്റെ ശുശ്രൂഷയുടെ സ്ഥാനം മറ്റൊരുവൻ ഏറ്റെടുക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നു. ഇത് പറയാൻ എഴുന്നേറ്റെ. എന്തുവാ സംഭവം? ഒന്നുകൂടെ തെളിയിക്കാം, ഒന്നുകൂടെ പറയാം. എന്തുവാ സംഭവം? കാലങ്ങൾക്ക് മുൻപ് പ്രവചിച്ച ഒരു പ്രവചനം. ആ പ്രവചനത്തെയാണ് പ്രാർത്ഥിക്കുന്നവൻ തൊടുന്നത്. ഒറ്റ ദൂത് പറഞ്ഞ് നിർത്താൻ പോകുന്നു. വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ച, ഇതുവരെ നിവർത്തിയാകാതെ കിടക്കുന്ന ചില ദൂതുകളെ ആമേൻ തൊടുന്ന ഒരു പ്രാർത്ഥനാക്കാരൻ. അത് ദേശത്തിന് മേലാകാം, അത് കുടുംബത്തിന് മേലാകാം, അത് ചർച്ചിന്റെ മേലാകാം, അത് ആത്മമണ്ഡലത്തിൽ കിടക്കുന്നതാകാം. അതിനെ തൊടുന്നവനായി നമ്മുടെയൊക്കെ പ്രാർത്ഥനയെ പരിഹസിക്കുന്ന ഒരുപാട് പേര് കാണും കേട്ടോ. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളെ പരിഹസിക്കുന്ന ഒരുപാട് പേര് കാണും. ഞാനൊക്കെ പറഞ്ഞ അന്യഭാഷ എടുത്ത് തലങ്ങും വിലങ്ങും അടിച്ച് ലെവലാക്കി ട്രോളി. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളാണോ? നിങ്ങൾ എഴുന്നേക്കും.
സത്യം, നിങ്ങൾ എഴുന്നേക്കും. ഇതിന്റെ എല്ലാം നടുവിൽ നിങ്ങൾ എഴുന്നേക്കും. മക്കളെ, ആരെല്ലാം ഇരുന്നു പോയാലും പ്രാർത്ഥിക്കുന്ന ഭവനം എഴുന്നേക്കും. നിങ്ങളാ ദൂരെ നോക്കി, അവൻ സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റു. എഴുന്നേറ്റോട്ടെ. കാലങ്ങൾ പഴക്കമുള്ള ഒരു വാഗ്ദത്തം തൊട്ടുകൊണ്ടാണ് എഴുന്നേക്കുന്നത്. നിങ്ങൾ ആ വാക്ക് വായിച്ചിട്ടുണ്ട്. ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവെഴുത്തിന് നിവൃത്തി വരാൻ ഇടയായി ആവശ്യമായിരുന്നു. അടുത്ത വാക്ക് നേട്ടെ മോളെ. അവന്റെ വാസസ്ഥലം ശൂന്യമാകട്ടെ, അവന്റെ ശുശ്രൂഷയുടെ സ്ഥാനം അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ. അവന്റെ അധ്യക്ഷ സ്ഥാനം എന്താ വായിച്ചേക്കുന്നേ? മറ്റൊരുത്തന്. ആരാ ഈ മറ്റൊരുത്തൻ? അതിലോട്ട് ഞാൻ വരാൻ പോവാണേ. പക്ഷെ നിങ്ങൾ ആ ദൂതിൻ്റെ പശ്ചാത്തലം കൂടെ ധ്യാനിച്ചിട്ട് നേരെ വരണം. അമ്മച്ചി പറഞ്ഞ ശരിയാ, അതിലോട്ട് വരണേ. അവൻ്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തന് ലഭിക്കട്ടെ എന്ന വാഗ്ദത്തം. ആ വാഗ്ദത്തത്തെയാണ് പത്രോസ് തൊടുന്നത്, ആണല്ലോ. ശരിക്കും ഈ മറ്റൊരുത്തൻ എന്ന് പറയുന്ന ആരാന്നറിയോ? മത്തിയാസ. മത്തിയാസ എവിടെ ഇരിപ്പുണ്ട്? ആ മുറിയിൽ ഇരിപ്പുണ്ട്. അയാൾക്ക് പോലും അറിയത്തില്ല അയാളുടെ മേലേക്കൊരു ദൂത് തുറന്നു വരുമെന്ന്. മനസ്സിലാവുന്നു? പത്രോസ് എഴുന്നേറ്റ് തുറക്കുന്നത് ആ മത്തിയാസിന്റെ ദൂതാന്ന് മത്തിയാസിന് അറിയത്തില്ല. ഇന്ന് പകൽ പലരുടെയും ദൂതുകൾ തുറക്കപ്പെടും. പലരുടെയും അടഞ്ഞു കിടക്കുന്ന ദൂതുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ തുറക്കും. അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തിന് ലഭിക്കട്ടെ എന്ന് ദൂത് പറഞ്ഞാൽ അടുത്ത പടി എന്ന് പറയുന്നത് ചീട്ടിടിയില്ല. ആ ചീട്ട് ആർക്കേ വരത്തോളെന്നറിയാവോ? നിനക്കുള്ള ദൂതാണ് പത്രോസ് തുറക്കുന്നത്. ഇതുവരെ നിന്റെ മേൽ ഓപ്പൺ ആകാതെ കിടക്കുന്ന ചില ഓഫീസുകൾ ഇന്ന് പകൽ ഓപ്പൺ ആക്കി എടുക്കുമാറ്, ഇന്ന് വരെ നിന്റെ കുടുംബത്തിനകത്ത് തുറന്നു വരാതെ കിടക്കുന്ന ചില ദൂതുകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരുമാറ്, ഇന്ന് വരെ നിന്റെ തലമുറയുടെ മേൽ ആക്റ്റീവാകാതെ കിടക്കുന്ന ചില പ്രവചനങ്ങൾ ആക്റ്റീവാകുമാറ്, ഇതുവരെ നിന്റെ ഭവനത്തിനകത്ത് നിവർത്തിയാകാതെ കിടക്കുന്ന ചില പ്രവചനങ്ങൾ നിവർത്തിയാകുമാറ്. ഞങ്ങളുടെ മേലൊക്കെ നിവർത്തിയാകാതെ കിടക്കുന്ന ചില ദൂതുകൾ യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ ഓപ്പൺ ആകട്ടെ. പരിശുദ്ധാത്മാവിൽ ഞാൻ സഭയോട് പറയാം, ഇതുവരെ നിങ്ങളുടെ മേൽ തുറന്നു വരാതെ കിടക്കുന്ന ചില വാഗ്ദത്തങ്ങളുടെ പാക്കേജുകൾ യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഈ പ്രാർത്ഥനയിൽ ഓപ്പൺ ആകട്ടെ. തുറക്കട്ടെ, 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 തുറക്കട്ടെ. Oh, ribada ragasmanar gabatana yala rabadi gabajana hardara riyada.
ഓരി ബദരഗ ജനരബദിക മസിയലരഗ ദനഗ ജനരബദിക ബലഗടഗ ജലബദി തിബലഗദനഗടഗ ജലവദിരി വിദനരബദിക ബലഗടഗ ബലവശപ്രവാനഗടഗ ജലവദി. എത്ര അടച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും എന്നും ദൂതുകൾ അടഞ്ഞിരിക്കത്തില്ല. ഒരു ദിവസം അത് പൊട്ടി പുറത്തു വരും. ഒരു ദിവസം ആ വാഗ്ദത്തം പൊട്ടി പുറത്തു വരും. റാ സതാരി അർജന പ്രബന്ധന ദമശിയാര. കരങ്ങൾ ഉയർത്തി അങ്ങോട്ട് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇതുവരെ തുറക്കാതെ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ തുറകടേ. ഇതുവരെ ഓപ്പൺ ആകാതെ കിടക്കുന്ന ചില ദൂതുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഓപ്പൺ ആകട്ടെ. ഈ ചർച്ചിന്റെ മേൽ, ജനത്തിന്റെ മേൽ, ദൈവമക്കളുടെ മേൽ, തലമുറയുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ഇതുവരെ തുറക്കാതെ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ തുറകട്ടെ. കണ്ണു നടച്ചേ. മത്തിയാസേ, നിന്റെ കൂട്ടു സഹോദരനായി ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റത്. പക്ഷേ അവന്റെ ദൂത് മാത്രമല്ല അവൻ തുറക്കുന്നേ, നിന്റെ ദൂത് കൂടെ അവൻ തുറക്കുക. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് അവർ ചീട്ടിട്ടു. മത്തിയാസിന് ചീട്ട് വന്നു. അവനെ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. ഇനി ശ്രദ്ധിക്കണേ, പ്രാർത്ഥനാ മുറിയിലേക്ക് മത്തിയാസ് വന്നത് അവരിൽ ഉൾപ്പെട്ട ഒരുവനായിട്ടാണ്. പ്രാർത്ഥന കഴിഞ്ഞ് മത്തിയാസ് പോയത് ഒരു അപ്പോസ്തലനായിട്ട്. ഇന്നിങ്ങോട്ട് വന്നതുപോലെ അല്ലല്ലോ നമ്മൾ മടങ്ങിപ്പോകാൻ പോകുന്നത്. ആരാധനയ്ക്ക് വന്നതുപോലെ അല്ലല്ലോ ഇന്ന് പകൽ നമ്മൾ മടങ്ങിപ്പോകാൻ പോകുന്നത്. ആലയത്തിലേക്ക് വന്നതുപോലെ അല്ലല്ലോ ഞാനും നിങ്ങളും ഇന്ന് പകൽ മടങ്ങിപ്പോകാൻ പോകുന്നത്. പിന്നീട് നമ്മൾ വായിച്ചു, യോഹന്നാന്റെ മകനായ ശീമോൻ എഴുതിയ 1-ാം ലേഖനം. ആരും ഒന്നും പറഞ്ഞില്ല. പിന്നെ നമ്മൾ വായിച്ചു യോഹന്നാന്റെ മകനായ ശീമോൻ എഴുതിയ 2-ാം ലേഖനം. ബെറിയോന ശീമോൻ എഴുതിയ 1-ാം ലേഖനം. ബെറിയോന ശീമോൻ എഴുതിയ 2-ാം ലേഖനം. പിന്നെ നീ കേഫാവാകുമെന്ന് അവൻ പറഞ്ഞോ? നീ പത്രോസ് ആകുമെന്ന് അവൻ പറഞ്ഞോ? പറഞ്ഞോ? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? തലമുറയെ നോക്കി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കുടുംബത്തെ നോക്കി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആമേൻ. ഭവനത്തെ നോക്കി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് ഉറപ്പായി സംഭവിക്കും.